അമേരിക്കയുമായിട്ട്, അതായത് അമേരിക്കയിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്ത അഴിമതി കേസ്. കാരണം അമേരിക്കൻ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ, അതായത് അവർ സോളാറുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിൽ എനർജി ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി കൊടുത്തു. ഇതാണ് കേസ്. അത് കാരണം അമേരിക്കൻ പണം ഉപയോഗിച്ച് ചെയ്തു. അപ്പം അതിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തു. അഡാനിയുടെ ബന്ധുക്കളും അഡാനിയുടെ മകനും ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിൻ്റെ പ്രതികൾ. അവരുടെ ലാപ്ടോപ്പൊക്കെ അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിൽ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയി. മനസ്സിലാക്കണം. കേസ് ചാർജ് ചെയ്തു. ജോ ബൈഡൻ ഇരിക്കുന്ന സമയത്താണ് ഇതുണ്ടായത്. ഇപ്പോൾ വാർത്തകൾ വരുന്നു. ആദ്യമായിട്ട് ഇത് വാർത്ത വന്ന് ന്യൂയോർക്ക് ടൈംസിലാണ്. ഏകദേശം 4-5 ദിവസം മുമ്പ് അവർ വാർത്ത പറഞ്ഞിരിക്കുന്നത്, അഡാനി ഈ സംഭവം സെറ്റിൽ ചെയ്തു. അതായത് അമേരിക്കയുടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്കയുമായിട്ടുള്ള ഈ കേസ് സെറ്റിൽ ചെയ്തു. ഇതിനു വേണ്ടി അഡാനിക്ക് വേണ്ടി അപ്പിയർ ചെയ്തത് ഡൊണാൾഡ് ട്രംപിൻ്റെ പേഴ്സണൽ ലോയർ. അയാളുടെ പേഴ്സണൽ ലോയറാണ് അഡാനിക്ക് വേണ്ടി ഈ കേസിന് വേണ്ടി വാദിച്ചത്. അദ്ദേഹമാണ് ഇത് സെറ്റിൽ ചെയ്തത്. അപ്പം അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ഏകദേശം $10 ബില്യൺ, 96,000 കോടി രൂപ അഡാനി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. 15,000 പേർക്ക്, അമേരിക്കക്കാർക്ക് അവിടെ ജോലി ജനറേറ്റ് ചെയ്യണം. ഇതാണ് സെറ്റിൽമെൻ്റ് ഉണ്ടായത്. അതേപോലെ ഇറാനിൽ നിന്നും അമേരിക്കയുടെ സാങ്ഷൻ മറികടന്ന് LPGയും CNGയും വാങ്ങിയതിൻ്റെ പേരിൽ $225 മില്യൺ, അതും പെനാൽറ്റിയാണ്. അതും അഡാനി അടയ്ക്കണം. ഇനി കാര്യം ചോദിക്കട്ടെ, ആരാണ് സറണ്ടർ ചെയ്തത്? ഞാൻ 1 വർഷം കൊണ്ട് പറയുകയാണ്, നരേന്ദ്രമോദി സറണ്ടർ മൂഡിലോട്ട് പോയി. കാരണം ട്രംപ് നല്ല പണി ഇന്ത്യക്ക് കൊടുത്തു. അതിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ മോദിയുമായിട്ട് പഴയ ലോഹ്യത്തിന് പോകാൻ തയ്യാറല്ല. അവർക്ക് ട്രസ്റ്റ്, അതായത് വിശ്വാസമില്ലാതായി. ഇത് ഞാൻ പല ആവർത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത് കൺഫേം ചെയ്ത് കാണും. മോദി എന്ത് വില കൊടുത്തും അമേരിക്കയുടെ കാലിൽ പിടിക്കുകയാണ് പഴയ രീതിയിൽ ബന്ധമുണ്ടാകാൻ വേണ്ടി. ഇനി ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല ലീഡേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡേഴ്സ് എന്ന് പറയുന്ന പല ആൾക്കാരും ഇന്ത്യയിൽ വരുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ടല്ല വരുന്നത്. കാരണം അവർ പ്രാദേശിക മറ്റുള്ള ലീഡേഴ്സാണ്. പക്ഷേ അവർ ഇന്ത്യയിൽ വരുന്നത് എല്ലാ സുവിശേഷകരായിട്ടാണ് വരുന്നത്.